ഗതാഗതക്കുരുക്കിൽ വലയുന്ന കൊച്ചിക്കാർക്ക് ആശ്വാസമായാണ് ഡെമു ഓടിത്തുടങ്ങുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതിയ ട്രെയിൻ കേരളത്തിൽ തന്നെ നിലനിർത്തണമെന്ന് ജനപ്രതിനിധികൾ കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ട്രെയിൻ കേരളത്തിന് തന്നെയുള്ളതാണെന്നും ഇലക്ട്രിഫിക്കേഷൻ ജോലികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് റേക്ക് തിരികെ നൽകുമെന്നും സുരേഷ് പ്രഭു ഉറപ്പു നൽകി. റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ പണമാണ് പ്രധാന തടസ്സമെന്നും കേരളത്തോട് കേന്ദ്രത്തിന് അവഗണനയില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Kerala got more than double the amount of the budget than the last year. I am not happy with this. I would like to double it even next time. ബജറ്റിൽ കേരളത്തിന് പരിഗണന നൽകിയ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ആര്യാടൻ മുഹമ്മദ് പ്രശംസിച്ചു. കഴിഞ്ഞ പല കൊല്ലങ്ങളേക്കാൾ കൂടുതൽ പരിഗണനയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. രാജ്യത്തെ ആദ്യത്തെ ഡെമു സർവീസിനാണ് കൊച്ചിയിൽ തുടക്കമായത്. രാവിലെ 6:30 തൃപ്പൂണിത്തുറയിലേക്ക് ഓടിത്തുടങ്ങുന്ന ഡെമുവിന്റെ അവസാന സർവീസ് രാത്രി 9 പിറവം റോഡിൽ നിന്ന് എറണാകുളത്തേക്കാണ്. AC കോച്ചുകൾ ഉൾപ്പെടെ 8 കോച്ചുകളുള്ള ഡെമുവിൽ 1000 പേർക്ക് സഞ്ചരിക്കാം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.